ഡെറിക് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ സൈക്കിൾ ചവിട്ടി രസിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു കോഴിക്കുഞ്ഞ് അവന്റെ സൈക്കിളിന് കുറുകെ ചാടി. ആക്സിഡന്റ് ഉണ്ടായി. കുഞ്ഞ് ഡെറിക്ക് വല്ലാതെ വിഷമിച്ചു. അവൻ കോഴിക്കുഞ്ഞിനെ എടുത്ത് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഓടി. പോക്കറ്റിൽ ഒരു 10 രൂപയുണ്ടായിരുന്നു. അതെടുത്ത് നീട്ടിക്കൊണ്ട് റിസപ്ഷനിൽ അവൻ അവരോട് കോഴിക്കുഞ്ഞിനെ സുഖപ്പെടുത്തി തരാൻ ആവശ്യപ്പെട്ടു. ഈ പ്രവൃത്തി അവന് അന്താരാഷ്ട്ര പുരസ്കാരം വരെ നേടിക്കൊടുത്തു. പെറ്റ എന്നൊരു അന്താരാഷ്ട്ര സംഘടനയുണ്ട്. മൃഗങ്ങളോട് കാരുണ്യം പ്രകടിപ്പിക്കുന്ന സംഘടനയാണത്. കമ്പാഷനേറ്റ് കിഡ്, കരുണയുള്ള കുട്ടി എന്നൊരു അവാർഡ് നൽകുന്നുണ്ട്. ഇത് മുൻപ് ഇന്ത്യയിലെ കുട്ടികൾക്കാർക്കും കിട്ടിയതായി അറിവില്ല. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. മിസോറാം സ്വദേശിയായ ഡെറിക് ആയിരുന്നു ആ ജേതാവ്. ചില്ലുപാത്രത്തിൽ നീന്തിക്കളിക്കുന്ന അലങ്കാര മത്സ്യം ഊളിയിട്ടും ചില്ലിൽ മുഖമുരസിയും നീന്തി തുടിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്തോ വന്നു തട്ടി ചില്ലിന് ദ്വാരം വീണു. പൊട്ടിയ കീറലിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ആ കാഴ്ചയുടെ പരിഭ്രാന്തിയിൽ മത്സ്യം പേടിച്ചു പിടഞ്ഞു. ഏതാനും നിമിഷങ്ങളെ ഇനി ബാക്കിയുള്ളൂ. വെള്ളം മുഴുവനായും വറ്റും. ഒരു പ്രാണൻ അതിനുള്ളിൽ പൊലിയും. നിമിഷങ്ങൾക്ക് വേഗത കൂടുന്നു. പുറത്തേക്കൊഴുകുന്ന ജീവജലത്തെ തടഞ്ഞു വെക്കാനാകാതെ പുളയുന്ന ആ 2 കണ്ണുകളുടെ മുന്നിലേക്ക് ഒരാൾ പാഞ്ഞു വന്ന് പൊട്ടിയ കീറലിൽ വിരലമർത്തുന്നു. ഇല്ല, ഇനി ഒരു തുള്ളിയും പുറത്തേക്കൊഴുകില്ല. ഇനി ആ പ്രാണൻ പിടയില്ല. ഈ അടുത്തിടെയായി ഒറ്റയ്ക്കും കുടുംബമായും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം കെടുത്തി കളയുന്നുണ്ട്. മത്സ്യത്തിന് മാത്രമല്ല, നമ്മൾ മനുഷ്യർക്കും പ്രാണന്റെ നോവുകൾക്ക് സ്വാന്തനമാകാൻ പാഞ്ഞുവെന്ന് പൊത്തിപ്പിടിക്കുന്ന ഒരു ചെറുവിരലെങ്കിലും മതി. കൈ മുഴുവനായും വേണമെന്നില്ല. ലോകത്തിലെല്ലാ മനുഷ്യരും കരുണ അർഹിക്കുന്നവർ തന്നെയാണ്. പലരും അത് ചോദിച്ചു വാങ്ങുന്നില്ല എന്ന് മാത്രം. മനുഷ്യർ പറയാൻ ആഗ്രഹിക്കുന്നതിൽ 10% പോലും പറയുന്നില്ല എന്നൊരു കണക്ക് ഈയിടെ എവിടെയോ വായിച്ചു. പറയാനൊന്നും കഴിയാത്ത കാര്യങ്ങളിലാണ് പ്രാണൻ പൊള്ളി നിൽക്കുന്നത്. ഞാൻ അനുഭവിച്ചതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്ന ഒറ്റ വാക്കിൽ ദുഃഖങ്ങളുടെ ചൂടുപാത്രം അവർ മൂടിവെക്കും. നമ്മിൽ നിന്നും ദൂരെയൊന്നുമല്ല അങ്ങനെയുള്ള മനുഷ്യർ. നമ്മുടെ ഒപ്പം ജീവിച്ചും ജീവിതം പങ്കുവച്ചും ഒരേ ഓഫീസിൽ ജോലി ചെയ്തും കൂട്ടുകൂടിയും ചാറ്റ് ചെയ്തും നല്ല പരിചയമുള്ള മനുഷ്യരില്ലേ, അവരെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കുറച്ചേ അവരെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ബാക്കി മുഴുവൻ ആ കണ്ണിലും മുഴുമിപ്പിക്കാത്ത പിടഞ്ഞ വാക്കുകളിലുമുണ്ട്. ഒന്നും വേണ്ട, അവർക്ക് ഒരു പുഞ്ചിരിയെങ്കിലും കൊടുത്താൽ മതി. ഒരിറ്റുപോലും പരിഹാസമില്ലാത്ത പുഞ്ചിരി. ഹാവ് എ നൈസ് ഡേ.